പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കൽ കൂടി ഹിയർ വിത്ത് രാജ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യും. प्यारे बच्चों, आज हम 10वीं कक्षा के जिंदगी का सफर विभाग से ഹൈക്കു കവിത का പരിചയം പായെങ്കിൽ നമുക്കറിയാം ഹൈക്കു ജാപ്പാനി ഭാഷയിലെ വാക്കാണ്. എന്താണ് ഹൈക്കുവിന്റെ പ്രത്യേകത? ഹൈക്കു की विशेष शब्दांश संरचना है जिसमें जटिल विचारों को संक्षेप में व्यक्त कर सकता है. നോക്കൂ, ഹൈക്കു ഒരു പ്രത്യേക ശബ്ദാംശിന്റെ വാക്കുകളുടെ ഒരു ഘടനയാണ്. എന്താ? വളരെയധികം സങ്കീർണമായിട്ടുള്ള ചിന്തകളെയും അഭിപ്രായങ്ങളെയും വളരെ സംക്ഷിപ്തമായി വ്യക്തമാക്കാൻ ഹൈക്കു കവിതയിലൂടെ കഴിയും. ഭാവനകളെ ഉണർത്താനും ജീവസുറ്റ ചിത്രങ്ങൾ നമ്മുടെ മുന്നിൽ നിർത്താനും കൽപ്പനയുടെയും ആലങ്കാരികമായ ഭാഷയുടെയും പ്രയോഗം ഹൈക്കുയിൽ നമുക്ക് കൂടുതൽ കാണാൻ കഴിയും. എങ്കിൽ നമുക്ക് നമ്മുടെ പുസ്തകത്തിലെ 3 ഹൈക്കു കവിതകൾ എന്ന് പരിചയപ്പെടാം. पहली हाइकू कविता डॉक्टर सुरंगमा यादव की लिखी हुई है. सूखा या बाढ़ साहब के आंगन सदा फुआर. बच्चों, डॉक्टर सुरंगमा यादव की हाइकू कविता समाज की एक കടുവി സച്ചായി ദിഖാത്ത. സമൂഹത്തിന്റെ യഥാർത്ഥ ചിത്രം വരച്ച് കാട്ടുന്ന ഒരു ഹൈക്കു കവിതയാണ് ഡോക്ടർ സുരംഗമ യാദവിന്റെ. എന്താണ് ആ യാഥാർത്ഥ്യം? അമീരി ഓർ ഗരീബി കാ അന്തർ, ധനികന്റെയും ദരിദ്രന്റെയും ജീവിത വ്യത്യാസം. പഹലി പങ്ക്തി മേ ആം ലോഗോ കി മുഷ്കിലോ കോ ബതാത്തി ഹൈ. സാധാരണക്കാരുടെ ബുദ്ധിമുട്ടാണ് ഒന്നാമത്തെ വരിയിൽ നമ്മൾ കാണുന്നത്. എന്താണ്? സൂഖാ യാ ബാഡ്. സൂഖാ യാ ബാഡ് എന്താ അർത്ഥമാക്കുന്നത്? വരൾച്ചയായിരുന്നാലും പ്രളയമായിരുന്നാലും ദരിദ്രന്, സാധാരണക്കാരന് അത് വെല്ലുവിളി തന്നെയാണ്. അവന്റെ ജീവിതത്തിൽ വളരെയധികം പ്രഭാവം ചെലുത്തുന്ന 2 ദുരിതങ്ങളാണ് വരൾച്ചയും പ്രളയവും. സൂഖാ പടേ യാ ബാഡായ गरीब आदमी को ही परेशानी होती है, उनका जीवन प्रकृति पर निर्भर रहता. രണ്ടാമത്തെ വരിയിൽ എന്താ പറയുന്നത്? സാഹബ് का आंगन सदा फुआर. बड़े अमीर आदमी के घर के आंगन में कभी भी मुश्किलों का सामना नहीं करना पड़ता. वहां तो फुआर के समान सभी बातें चलती है. फुआर का अर्थ होता है वाटर फाउंटेन അല്ലെങ്കിൽ जलधारा. क्योंकि साहब का जो आंगन है उनके सुरक्षित जीवन के दायरे का प्रतीक है. സുരക്ഷിതമായ ജീവിതം, കരുതലുള്ള ജീവിതം, അതിന്റെ പ്രതീകങ്ങളായിട്ടാണ് സാഹബിന്റെ വീടുമുറ്റം. ദരിദ്രന്റെ വീടുമുറ്റം അരക്ഷിതാവസ്ഥയിലാണ്. ഒരുപാട് വെല്ലുവിളികൾ അവന് സ്വീകരിക്കേണ്ടി വരും. പ്രകൃതിയുടെ എല്ലാ ദുരിതങ്ങളും നേരിട്ട് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവനാണ് നിർധനായിട്ടുള്ള ആള്. എന്നാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നാലും സാഹബിന്റെ വീടിന്റെ മുറ്റത്ത് എപ്പോഴും ശാന്തിയും സമാധാനവുമാണ്. പുറമേയുള്ള ബുദ്ധിമുട്ടുകളൊന്നും സാഹബിന്റെ വീട്ടുകാർക്ക്, സാഹബ് എന്ന് പറയുന്ന സമൂഹത്തിലെ ധനികന്റെ പ്രതീകങ്ങളായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല. അതിന്റെ ഒരു പ്രഭാവം അവർക്കുണ്ടാകാം. तो ये हाइकू दिखाता है अमीर लोगों पर मुसीबत का असर नहीं होता. गरीब लोग हर मुश्किल का सामना करते हैं. ये अमीरों और गरीबों के बीच बड़े अंतर को बताता. മനസ്സിലായല്ലോ? സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന ദരിദ്രരായിട്ടുള്ള സാധാരണ ആൾക്കാരും സുഖകരമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന ധനികരായിട്ടുള്ള ആളുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ ഹൈക്കൂയിൽ വരച്ചു കാട്ടുന്നത്. മനസ്സിലായല്ലോ? ശരി, നമുക്ക് അടുത്തത് നോക്കാം. देखिए, डॉक्टर गोपाल बाबू शर्मा की लिखी हुई है दूसरी हाइकू कविता. पंक्तियां देखें. पिता ने ढूंढी लाठियां बुढ़ापे की दिखती नहीं. पिता ने ढूंढी लाठियां बुढ़ापे की दिखती नहीं. ഇതിന്റെ ആശയം നമുക്കറിയാം. ജീവിതയാത്രയുടെ അവസാന കടമ്പയാണ് വാർദ്ധക്യം. जिंदगी के सफर के एक अहम चरण है बुढ़ापा. तो बुढ़ापे की लाचारियों और अकेलेपन को यहाँ कवി മാർമിക ढंग से व्यक्त करते. വാർദ്ധക്യത്തിലെ ഏകാന്തതയും വാർദ്ധക്യത്തിലെ നിസ്സഹായ അവസ്ഥയും ഈ ഹൈക്കു കവിതയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. വാർദ്ധക്യകാലത്ത് അദ്ദേഹത്തിന് ഊന്നുവടിയാവുന്നത് ഇവിടെ ലാഠ്യ എന്ന് പറഞ്ഞു മക്കളാണ്. യഥാർത്ഥ ചിത്രം എന്താ കാണുന്നത്? ആ പിതാവിന് താങ്ങാകാൻ ഇന്ന് കാണുന്നില്ല മക്കളെ. പിതാജി ജബ് അപ്നെ यौवन अवस्था में मजबूत और समर्थ रहे थे, अब बुढ़ापे का सहारा चाहिए. लेकिन उन्हें कहीं भी बुढ़ापे का सहारा नहीं मिल रहा है. वे ढूंढ रहे हैं, അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ ഒരു ഊന്നോടിയായി നിൽക്കാൻ, തനിക്കൊരു സഹായമായി നിൽക്കാൻ, തനിക്കൊരാശ്രയമായി നിൽക്കാൻ മക്കളെ കാണുന്നില്ല. എന്തുകൊണ്ടാണ് അവർ ആ ആശ്രയം ആഗ്രഹിക്കുന്നത്? വാർദ്ധക്യമാകുമ്പോൾ ഉണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ദുർബലതയും അതൊന്ന് താങ്ങാൻ, അതൊന്ന് സഹായിക്കാൻ ഒരിടത്തും അവർക്ക് മക്കളെ കണ്ടെത്താൻ കഴിയുന്നില്ല. तो यहाँ कवि ये कहते हैं
बढ़ती हुई उनके शारीरिक और मानसिक कमजोरियों का सहारा देने के लिए कोई नहीं दिखाई दे रहा. ഇത് മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെടുകയും ഒറ്റപ്പെട്ട് ജീവിതം നയിക്കുന്നവരുടെ മാനസികാവസ്ഥയാണ് ഇവിടെ വരച്ചു കാട്ടുന്നത്. ഈ വരികളിലൂടെ കവി വാർദ്ധക്യത്തിൻ്റെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള കുറവുകൾ നികത്താൻ ഒരു താങ്ങാണ് ആഗ്രഹിക്കുന്നത്. അത് കിട്ടാതാവുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന, ആ വേദനയാണ് ഇവിടെ വരച്ച് കാട്ടുന്നത്. समझ गए ना आप? देखिए, बुढ़ापे में हमें शारीरिक और भावनात्मक यानी कि मानसिक सहारे की आवश्यकता पड़ती है, लेकिन वो मिलती नहीं. तो उन दुख से पूरे जिंदगी को आगे बढ़ाना पड़ता है. നമുക്ക് മൂന്നാമത്തെ ഹൈക്കു നോക്കിയാലോ? कमला निखुरपा की ये हaiku कविता में कवित्री एक ऐसे व्यक्ति के बारे में बताती है जो एक ठंडी और बेरुखी भरी जगह में प्यार और स्नेह की तलाश कर रहा है, क्योंकि वो अपना अकेलापन महसूस कर रहा है वहाँ, इसलिए उसकी चाहत प्यार और स्नेह से है. हम जानते हैं बर्फीली जगह मतलब जहाँ बहुत ही अधिक ठंड होती है, उसी प्रकार यहाँ भावनात्मक रूप में भी अपनत्व की कमी महसूस हो रही है. इस ठंडी जगह में जो प्यार और स्नेह चाह रहा है, लेकिन उसे अपने वहाँ एक अकेलापन महसूस हो रहा है. वो इसलिए स्नेह और घरमाहट को ढूंढ रहा है ताकि उसे मुश्किल परिस्थितियों में भी सहारा मिल सके. अपनी मुश्किल परिस्थितियों में एक सहारा के लिए वो प्यार और स्नेह को ढूंढ रहा है. देखिए, यहाँ नेह की आंच केवल शारीरिक गर्मी नहीं है, बल्कि प्यार, സഹാനുഭൂതി और अपनेपन की भावना को दर्शाती है. नेह की आंच എന്ന അർത്ഥത്തിലൂടെ കവയിത്രി ആഗ്രഹിക്കുന്നത് സ്നേഹം, സഹാനുഭൂതി, അപ്നേപ്പൻ, സ്വന്തമെന്ന് പറയാൻ ഒരു കരുതൽ, ആ ഒരു ഭാവനയാണ് വ്യക്തമാക്കുന്നത്. ജിസ്കി ഹർ കിസി കോ ജറൂറത്ത് ഹോത്തി ഹൈ. എല്ലാവർക്കും ആവശ്യമുള്ള കാര്യം, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പ്യാർ, സഹാനുഭൂതി और अपनेपन की भावना. മനുഷ്യബന്ധങ്ങളുടെ സ്നേഹത്തിൻ്റെയും ഊഷ്മളതയും വ്യക്തമാക്കുന്ന ഒരു ഹൈക്കുവാണ് ഈ ഹൈക്കു. മനസ്സിലായല്ലോ കൂട്ടുകാരെ? നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. ഒരു ഗതിവിധിയാണ് ജിന്ദഗി കി ചുനൗത്തിയാ, ജീവിതത്തിലെ വെല്ലുവിളികൾ. അതിനെക്കുറിച്ചൊരു ടിപ്പണി എഴുതുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ജിന്ദഗി കി ചുനൗത്തിയാ, മാനव का जीवन चुनौतियों से भरा होता है. संसार में ऐसा कोई नहीं हो जिसके जीवन में चुनौतियाँ नहीं आती हो. മനുഷ്യ ജീവിതം വെല്ലുവിളികളാൽ നിറഞ്ഞതാണ്. വെല്ലുവിളി ജീവിതത്തിൽ നേരിടാത്ത ആരും തന്നെ ഈ ലോകത്ത് ഉണ്ടാകില്ല. जब कोई भी चुनौतियाँ सामने होती है उसका सामना करना हमारा कर्तव्य बन जाता है. ജീവിതത്തിൽ വെല്ലുവിളികൾ വരുമ്പോൾ അതിനെ നേരിടുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമായി മാറുന്നു. വ്യക്തിഗത വികാസ് और मन की शांति के लिए चुनौतियों का सामना करना सीखना है. വ്യക്തിഗത വികാസ്, നമ്മുടെ വൈയക്തിക ജീവിതത്തിലെ വികാസവും മൻ കി ശാന്തി, മനസ്സിൻ്റെ ശാന്തിയും, അതിനുവേണ്ടി വെല്ലുവിളികളെ നേരിടാൻ നാം അഭ്യസിക്കണം, പഠിക്കണം. ജീവൻ മേ ഹർ ചുനൗതിയോ കെ സാത്ത് നയാ അവസർ ഭി ആതാ ഹൈ. ഓരോ വെല്ലുവിളികളോടൊപ്പം ഒരു അവസരം കൂടി നമുക്ക് വരും. ധൈര്യ, ആത്മവിശ്വാസ്, ആത്മവിശ്ലേഷൻ, സഹി നിർണയ ആദി സെ ഹം ഹർ കഠിനായിയോ കോ പാർ കർ സക്തെ. നോക്കൂ, ധൈര്യം, ആത്മവിശ്വാസം, ആത്മവിശ്ലേഷണം, സ്വയം നമ്മുടെ ആത്മപരിശോധന, പിന്നെയോ സഹി നിർണയ, ഉറച്ച തീരുമാനം, ആദി സെ ഹം ഹർ കഠിനായിക്കോ പാർ കർ സക്തേ. ഇവ നമ്മുടെ കൈ മുതലായിട്ടുണ്ടെങ്കിൽ ഏത് ബുദ്ധിമുട്ടുകളെയും നമുക്ക് എന്ത് ചെയ്യാം, ഓവർകം ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ കഴിയും. സ്വാർത്ഥത സെ ഭരി ഇസ് ദുനിയാ മേ സമസ്യാओं की कोई कमी नहीं. സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്ത് പ്രശ്നങ്ങൾക്ക് ഒരു കുറവുമില്ല. अतः ജിന്ദഗി में सफलता हासिल करने के लिए चुनौतियों का सामना करना ही पड़ेगा. അതുകൊണ്ട് ജീവിതത്തിൽ വിജയം നേടണം എന്നുണ്ടെങ്കിൽ വെല്ലുവിളികളെ സ്വീകരിച്ചേ പറ്റൂ. വെല്ലുവിളികളെ നമ്മൾ ഫേസ് ചെയ്യുക തന്നെ വേണം. കുട്ടികളെ, അടുത്തതൊരു സഹി മിലാൻ കരയാണ്. നമുക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ആ കവികളെ കണ്ടെത്തുക, ആ കവികൾ എഴുതിയ ഹൈക്കുവിൻ്റെ വരികളെ കണ്ടെത്തുക. ആ വരിയുടെ ആശയം എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കത് എഴുതാൻ കഴിയും. നിങ്ങളെല്ലാവരും അത് പുസ്തകവും വായിച്ചിട്ട് അതൊന്ന് മനസ്സിലാക്കി എഴുതുക. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഹൈക്കുവിൻ്റെ ആശയങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് എൻ്റെ ബെൽ ബട്ടണും കൂടി അമർത്തണം. എങ്കിൽ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും. താങ്ക്